ആദ്യമായി പെൺകുട്ടികൾക്ക് ആർത്തവ അവധി നൽകുവാൻ തീരുമാനമുണ്ടായിരിക്കുകയാണ്. വൈകാതെ കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ഈ ആർത്തവ അവധി കൊണ്ടുവരുമെന്നുമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അറിയിപ്പ്. ഈ വിഷയത്തിൽ പെൺകുട്ടികളുടെ അഭിപ്രായം പരിശോധിക്കാം. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ വേണമാണ്. കാരണം ഓരോരുത്തർക്കും അനുഭവിക്കുന്ന ആ ഒരു ശാരീരിക അസ്വസ്ഥതകൾ പലതാണ്. ഞാനും ഇതിന് സപ്പോർട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരുപാട് പേർക്ക് ഓരോരോ തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസമൊക്കെ ലീവ് കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത് വലിയൊരു നല്ല കാര്യമായിരിക്കും. ഇത് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു ലീവ് കൊടുത്താൽ കമ്മിങ് ജനറേഷനിൽ അവർ പീരിയഡ്സ് ആകുമ്പോൾ വീക്കാണെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനോട് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. വീക്കാണ് എന്ന് സമൂഹത്തിലോട്ട് ഈ സ്ത്രീകൾ വീക്കാണെന്ന് കാണിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ കൂടെയുള്ള സഹജീവികളായ സ്ത്രീകളോട് അവരുടെ ഇമോഷൻസ്, അവരുടെ പെയിനൊക്കെ നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്, അവർക്കൊരു സ്ഥാനമുണ്ട്, അവരുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മൾ പങ്കുചേരുന്നു എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഓവർഫ്ലോ ആയിട്ട് അവർക്ക് വീട്ടിലിരിക്കാൻ പറ്റൂലായിരുന്നു അറ്റൻഡൻസ്. പക്ഷേ പ്രതികൂലിക്കുന്ന കാരണം നമ്മുടെ ഇത് വീക്ക്നെസ് ആയിട്ട് കാണും. പെൺകുട്ടികൾക്ക് ആ സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല, അവർ അവധിയെടുത്ത് വീട്ടിലിരിക്കും, അവർക്ക് ശാരീരികമായ ഓരോ പരിപാടികൾക്ക് പോകാൻ പറ്റില്ല, അത് പറഞ്ഞ് വീട്ടിലിരിക്കും. അത് വീക്ക്നെസ് ആയിട്ട് സമൂഹം കാണും. അതുകൊണ്ടാണ് ഞാൻ പ്രതികൂലിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് ഇത് നല്ലൊരു തീരുമാനമാണ്, പക്ഷേ ഇതൊരു വീക്ക്നെസ്സായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇത്രയും നാൾ നമ്മളിതിനെ ഓരോ മാസവും മാസത്തിലെ ഒരു 3-4 ദിവസം നമ്മളിതിനെ അതിജീവിച്ചിട്ടുണ്ട്. അപ്പം അതിജീവിച്ച് ഈ ഒരു പെയിനൊക്കെ ഉണ്ടായിട്ടും നമ്മൾ കോളേജിൽ വരുന്നു, പോകുന്നു. ഇതൊക്കെ അപ്പം ആ അവധി നല്ലതാണ്. എന്നാൽ ഈ അവധി മിസ്യൂസ് ചെയ്യാനും സാധ്യത കൂടുതലാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ തന്നെ കോളേജ് ലൈഫ് ഇനി ഇവിടെ തന്നെ നിൽക്കുകയല്ല, പൊതുസമൂഹത്തിലോട്ട് ഇറങ്ങും, ജോലിക്കൊക്കെ പോകും. അപ്പോഴും അവിടെ ഇങ്ങനത്തെ അവധിയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ അതോട്ട് യോജിച്ച്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനോട് വിയോജിക്കുന്നു. കാരണം അവധിയുടെ ആവശ്യമില്ല, പെൺകുട്ടിയുടെ വീക്ക്നെസ് ആക്കുന്ന തരത്തിലുള്ള ഒരു ഇതാണ് അവധി. ഈ അവധി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഓരോരുത്തരും അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഇപ്പം എൻ്റെ കേസിൽ ഈ പറഞ്ഞ പോലെ ഞാനിതുവരെ പീരീഡ്സിന് ലീവ് എടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഉൾപ്പെടെ ഉള്ളവർ പലരും ക്ലാസ് മിസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പീരീഡ്സ് ഡേ വരുന്നവരുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് എത്രമാത്രം വേദന അനുഭവിക്കുന്നു എന്ന് കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പീരീഡ്സിൻ്റെ അവധി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ഫിസിക്കൽ പെയിൻ മാത്രമല്ല, ആ ഒരു സമയത്ത് ഭയങ്കര മൂഡ് സ്വിങ്സും എല്ലാം വരുന്നതാണ്. അപ്പോൾ നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ പീരീഡ്സിനൊരു അവധി കൊടുക്കുന്നത്. ഞാനും അനുകൂലിച്ച് സംസാരിക്കുകയാണ്. കാരണം എല്ലാവർക്കും ഹോർമോണൽ ചേഞ്ചസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം പലർക്കും പല രീതിയിലായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. എൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ല പെയിൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ പേഴ്സണലി ലീവ് എടുക്കാറില്ലെങ്കിലും അത് സഹിച്ചിട്ട് ക്ലാസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് വരാറുണ്ട്. പിന്നെ ദൂരത്ത് വരുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നുന്നു. സോ ഈ ലീവ് എടുക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഞാനും സപ്പോർട്ട് ചെയ്താണ് പറയണം. കാരണം പലവർക്കും പല രീതിയിലാണ് വേദന. അപ്പം പിന്നെ ക്ലാസ്സിൽ അറ്റൻഡൻസ് പേടിച്ചാണ് മിക്ക പിള്ളേരും ക്ലാസ്സിൽ തന്നെ വന്നിട്ട് തലയിറങ്ങി വീഴും. അങ്ങനെ പല സംഭവങ്ങളും നമുക്ക് അറ്റൻഡൻസ് പോവും, ടീച്ചേഴ്സ് വഴക്ക് പറയും. അങ്ങനെ കുറേ നമുക്കിപ്പോൾ ഒരു എക്സാം വരുമ്പോൾ തന്നെ എക്സാം ഉള്ള സമയത്ത് നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റില്ല. കാരണം എക്സാം നമുക്ക് എഴുതിയേ പറ്റുള്ളൂ. പക്ഷേ ആ സമയത്ത് തന്നെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, ബോഡി പെയിനാണ്, നമ്മൾ ചൂടുവെള്ളം കുടിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളങ്ങനെ മാറ്റാറൊക്കെ ഉണ്ട്. എന്നാലും ഈ ഒരു ലീവ് അത്യാവശ്യമാണ്. ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് പെയിൻ ഉണ്ട്. ചിലപ്പോൾ ഇപ്പോൾ കാണുമായിരിക്കും, ചിലപ്പോൾ നാളെ അതിനേക്കാളും കൂടുതൽ കാണുമായിരിക്കും. അതുകൊണ്ട് എന്തായാലും ലീവ് വേണമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ കുട്ടികളുടെ അഭിപ്രായം തിരഞ്ഞപ്പോൾ സമ്മിശ്രപരമായിട്ടുള്ള പ്രതികരണമാണ് കുട്ടികളിൽ നിന്ന് ലഭിച്ചത്. അതെ വീണ, ഈ കൂടുതൽ പേർക്കും അവർ ഈ ഫിസിക്കലി വീക്കായവർ വേണമെന്നും, എന്നാൽ ഇല്ല ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് ഒരു ഉറച്ച മനസ്സുള്ള ഒരു ആർത്തവ അവധി വേണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർ പറയുന്നതിൽ കൂടുതൽ പേർക്കും ആർത്തവ അവധി വേണമെന്നാണ്. കാരണം അവർക്ക് ഇത് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള അഭിപ്രായമാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് അറിയാൻ പറ്റുന്നത്. തീർച്ചയായും വർഷ പറഞ്ഞതുപോലെ തന്നെയാണ് പെൺകുട്ടികൾക്കിടയിൽ നിന്ന് പ്രധാനമായിട്ട് പറയുന്നത് ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ അവധിയെടുത്തോട്ടെ. മാത്രമല്ല ഈ ഒരു ദിവസം അവധി കൊടുക്കുന്നത് അവർക്ക് മാനസികപരമായിട്ടും ശാരീരിക വിശ്രമത്തിനുമുള്ള വേള തന്നെയാണെന്ന് മറ്റൊരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അതവർ ഒരു വേറെ അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ലീവ് എടുക്കുന്നവരാണ്. അപ്പോൾ അത് ഇതിനെ അനുകൂലിച്ച് ഇതിന് വേണ്ടി ലീവ് എടുക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിരിക്കും. എന്തൊരു നിയമം വന്നാൽ പോലും അതിനെ വളച്ചൊടിക്കുന്നവരും, നല്ലൊരു നിയമം വന്നാൽ പോലും വളച്ചൊടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്.
അവരവരുടെ മനസാക്ഷിയോട് ട്രൂത്ത്ഫുൾ ആയിരിക്കുക എന്നാണ് ഏറ്റവും നല്ല കാര്യം. ഒരു അറ്റൻഡൻസിൻ്റെ കാര്യം വന്നാൽ പോലും അല്ലെങ്കിൽ എന്ത് കാര്യം വന്നാലും ഇത് നല്ല രീതിയിൽ എടുക്കുന്നവരുമുണ്ട്, അല്ലാതെ മിസ്യൂസ് ചെയ്യുന്നവരുമുണ്ട്. അറ്റൻഡൻസ് കിട്ടുമെന്നാണ്. അപ്പോൾ നമുക്ക് മിസ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൾക്കാർ അവർക്ക് എവിടെ വേണോ പോകാം, അവർക്ക് അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് പോകാം, ക്ലാസ്സിൽ വരേണ്ട ആവശ്യമില്ലല്ലോ, അറ്റൻഡൻസ് കിട്ടും. അപ്പം മിസ്യൂസ് ചെയ്യാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് പീരിയഡ്സ് പെയിനൊക്കെ വരുമ്പം വീട്ടിലിരുന്ന് അയ്യോ വയ്യ എന്നും പറഞ്ഞിരിക്കുമ്പോഴത്തേനുമാണ് കൂടുതൽ പെയിൻ തോന്നുന്നത്. പക്ഷെ ആ സമയം നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെയും കോളേജിലൊക്കെ ആണെങ്കിൽ അധികം പെയിൻ നമ്മൾ അറിയാറില്ല. അതാണ്. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ വീട്ടിലിരിക്കട്ടെ, അല്ലാതെ കോളേജിൽ വരികയും ഇതുപോലെ ഫ്രണ്ട്സുമായിട്ട് ഇടകലർന്നിരിക്കുമ്പോൾ അവർക്ക് ആ ബുദ്ധിമുട്ട് അറിയാതിരിക്കുന്നവർ കോളേജിൽ വരട്ടെ. പക്ഷെ മിസ്യൂസ് ചെയ്യാൻ ഒരുപാട് സാധ്യതയുണ്ട്. മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കുറേ കുട്ടികളുണ്ട് അറ്റൻഡൻസ് ഇല്ലാതെ അറ്റൻഡൻസിന് വേണ്ടി കോളേജിൽ വരണവരുണ്ട്, അല്ലാതെ ചുമ്മാ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കണ, അങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടാം. ഒരു ആദ്യത്തെ മാസമൊക്കെ ചിലപ്പോൾ ലീവ് എടുക്കാതെ പോകുമായിരിക്കും. പിന്നെ നമ്മൾ ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് വരും. ഓക്കെ, നമുക്ക് പീരീഡ്സിന് 2 ലീവുണ്ട്, ഇപ്പോൾ നമുക്ക് പെയിൻ ഇല്ലെങ്കിലും നമുക്ക് ലീവ് എടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് വരും. നമ്മളെപ്പോൾ എന്തൊരു മാറ്റം കൊണ്ടുവന്നാലും അത് മിസ്യൂസ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. പക്ഷേ എന്ന് പറഞ്ഞിട്ട് നമുക്കത് ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ ഇതുപോലെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കുന്നതും, അല്ലാത്തവർക്ക് വരണമെന്നുള്ളവർക്ക് കോളേജിൽ വരാം. ബട്ട് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിതിപ്പോൾ ഈ പാറ്റേൺ അങ്ങ് ശീലിച്ച് പോയാൽ പിന്നെ ജോലി സമയത്തൊക്കെ ബുദ്ധിമുട്ടാകും. പിന്നെ ആ ടൈം ഗുളിയൊക്കെ കഴിച്ച് ശരിയാക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു മെൻസ്ട്രൽ ലീവ് എന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തിൽ 1 or 2 ലീവ് കൊടുത്താൽ നമ്മൾ ഭാവിയിലോട്ട് പോകുമ്പോൾ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ജോലി മേഖലകളിൽ പോകുമ്പോൾ അവിടെ നമുക്ക് ആ ഒരു ലീവ് കിട്ടിയില്ല എന്നുള്ള പേര് നമ്മൾ ഒരിക്കലും തളർന്നു പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഭാവിയിൽ പോകുമ്പോൾ മാത്രമല്ല, കമ്മിങ് ജനറേഷന് സ്കൂളിലൊക്കെ ഈ ലീവ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇത് തന്നെ വിചാരിക്കും, ഓ മിനിസ്ട്രേഷനായി ലീവ് തരും, ആ ഒരു മെൻറ്റാലിറ്റി അവർ വരും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ അവർക്കായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ട്. നമ്മുടെ ജനറേഷനിലേക്കാണ് കൂടുതലും അവരത് പഠിക്കൂല, അതെങ്ങനെ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാന്നുള്ള കാര്യം അവർ പഠിക്കൂല. അപ്പോൾ ഇത് എന്തായാലും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതെ, ബുദ്ധിമുട്ട് കാണുമെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ അവധി എടുക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വീണ്ടും കൂടും. വീണ്ടും മിസ്യൂസ് ചെയ്യാനാണെങ്കിലും അങ്ങനെ വീണ്ടും അവധിയെടുക്കാൻ ടെൻഡൻസി കൂടുമായിരിക്കും. അപ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അല്ല, ഇന്ന് ആർത്തവം എന്ന് പറയുന്നത് നമ്മൾ മറച്ചു വെക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മുടെ വീട്ടിലെല്ലാവർക്കും നമുക്കൊരു ആർത്തവ ദിവസം എന്നാണെന്നും എല്ലാം അറിയാമായിരിക്കും. ഇപ്പോൾ സമൂഹത്തിനെന്ന് പറയുമ്പോൾ ആർത്തവത്തെപ്പറ്റി കുറച്ചുകൂടെ ഒരു ബോധവൽക്കരണം, അതാണ് ഇതിലൂടെ നോട്ടിടുന്നത്. വീണ, അപ്പം നമ്മൾ ഇവരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ചിലർ ഏകദേശമുള്ളവർ വളരെ രസകരമായിട്ടാണ് അതിനെ കാണുന്നത്. ചിലർ പറയുന്നു എനിക്ക് അവധിയൊന്നും വേണ്ട, ഞാൻ എല്ലാത്തിനെയും നേരിടും. പക്ഷേ ചിലർ പറയുന്നു എനിക്ക് വയ്യ, എനിക്ക് വീട്ടിൽ അവധി ഇരിക്കണം, അല്ലേ? വർഷ പറഞ്ഞതുപോലെ തന്നെയാണ് കുട്ടികൾക്കിടയിൽ നിന്ന് സമ്മിശ്രമായിട്ടുള്ള പ്രതികരണമാണ് കിട്ടിയത്. അവർ പറയുന്നതാണ് ശാരീരിക ബുദ്ധിമുട്ടുള്ളവരെടുത്തോട്ടെ, അല്ലാതെ അവർ ക്യാമ്പസിൽ വരിക, പഠനങ്ങളിൽ ശ്രദ്ധിക്കുക, സൗഹൃദങ്ങളും സന്തോഷവും ഒക്കെ ആകട്ടെ, മാറ്റി നിർത്തണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ്. പിന്നെ അവർ പറഞ്ഞൊരു മറ്റൊരു കാര്യം, സമൂഹത്തിൽ ഈ ആർത്തവം എന്താണെന്നുള്ളൊരു തിരിച്ചറിവ് ഇന്നുണ്ട്. അപ്പം ശാരീരിക വൈഷമ്യതകളുള്ളവർ എടുക്കട്ടെ, അല്ലാത്തവർ ക്ലാസ്സിനും മറ്റു കാര്യങ്ങളിലൊക്കെ ആയിട്ട് എത്തട്ടെ. അപ്പോൾ നമുക്ക് കുട്ടികളിൽ നിന്ന് പറഞ്ഞത് വ്യക്തമാകുന്ന ഒരു കാര്യം, വർഷ, ഈ ഒരു തീരുമാനം നടപ്പാക്കുമ്പോൾ ശരിയായ വിധത്തിലും അത് സമൂഹത്തിന് ഗുണകരമായ രീതിയിലും അത് നടക്കട്ടെ. എന്തായാലും ഈ ഒരു വിധി എങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സ്വാഗതം ചെയ്യട്ടെ, അല്ലേ? മിസ്യൂസ് ചെയ്യാതിരിക്കട്ടെ. ചിലർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൾ കാണും, ബുദ്ധിമുട്ടുള്ളവർ വിശ്രമിച്ചോട്ടെ. എന്തായാലും അത് നല്ലൊരു കാര്യമല്ലേ? ഇത്തരത്തിൽ ആർത്തവ വിഷയത്തെ സ്വാഗതം ചെയ്യുന്ന കുട്ടികളെയും അവരുടെ നിലപാടുമാണ് നമ്മളിന്ന് ചോദിച്ചറിഞ്ഞത്. ക്യാമറാമാൻ സുമേഷിനൊപ്പം വീണ, വർഷ, യോഗനാഥൻ ന്യൂസ്.